രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. മേളം മുഴങ്ങട്ടെ. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഗട്ടിമേളക്കറ യുവാത്തിനും മംഗളനാസ്വരം മുഴക്കി. ഇനി ഈ മാലയങ്ങ് വധുവിന്റെ കഴുത്തിൽ അണിയ. മണ്ഡപത്തിൽ വിവാഹകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന മുഖ്യ കാർമ്മികൻ പറഞ്ഞനുസരിച്ച് സുധിയേട്ടൻ വരേണമാലയും തന്റെ കഴുത്തിലണിഞ്ഞു. കഴുത്തൊക്കെ നന്നായി ഒതുക്കി കൊടുത്ത് ഞാൻ ആ മാല ഏറ്റുവാങ്ങി. ഇനി ഇതങ്ങട് ചെറുക്കൻ്റെ കഴുത്തിലും അണിയിക്കുക. തുടർന്ന് കാർമ്മികൻ തന്റെ കയ്യിൽ സുധിയേട്ടന് ചാർത്താനുള്ള മാലയും തന്നു പറഞ്ഞു. കല്യാണ മണ്ഡപത്തിൽ ചടങ്ങുകൾ പൊടിപൊടിക്കുന്ന കാണാൻ സദസ്സ് ഇളകി മറിയുന്നുണ്ടായിരുന്നു. ക്യാമറയുടെ തീക്ഷ്ണ പ്രകാശത്തിൽ ആകെ കുളിച്ചിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തിൽ താനും സുധിയേട്ടനും. ഞാൻ മാല വാങ്ങി. മാലയിട്ടുള്ളൂ വച്ചു. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. മണ്ഡപത്തിൽ പലകിൽ ഇരിക്കുകയാണല്ലോ ഞാനും വരൻ സുധിയേട്ടനും. മാലയുമായി ഇരുന്നിടത്തുനിന്ന് സുധിയേട്ടന് നേരെ തിരിഞ്ഞ് മാല സുധിയേട്ടന്റെ കഴുത്തിലേക്ക് ഇടാനാഞ്ഞു. അതുകണ്ട് സുധിയേട്ടൻ കഴുത്ത് പൊക്കി പിടിച്ച് എനിക്ക് കയ്യെത്താ ദൂരത്തേക്ക് തലമാറ്റി. എൻ്റെ ആദ്യത്തെ ശ്രമം പാഴായത് കണ്ട് എല്ലാവരും ചിരിച്ചു. ആ ചിരി വേദി പിന്നിട്ട് സദസ്സിലേക്ക് പടർന്നു. യാദൃശ്ചികമായി സംഭവിച്ചാണെന്ന് കരുതി ഞാൻ മാലയുമായി വീണ്ടും ഇരുന്നിടത്ത് നിന്ന് കുറെ കൂടി നടുവുയർത്തിയാണ് ഇപ്രാവശ്യം മാലയിടാൻ പോയത്. അപ്പോഴും സുധിയേട്ടൻ കഴുത്തെനിക്ക് എത്താത്ത വിധത്തിൽ മാറ്റി പിടിച്ചു. സുധിയേട്ടൻ തന്നെ കൊച്ചാക്കി കോമഡി ഉണ്ടാക്കാനുള്ള ശ്രമമാണിതെന്ന് മനസ്സിലായി. കാണിച്ചു തരുന്നുണ്ട് ഇത്തവണ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇരുന്നിടന്ന് കുറെ കൂടി ഉയർന്നു. ഇപ്രാവശ്യം സുധിയേട്ടൻ്റെ കഴുത്തിൽ മാലയിട്ടു. പക്ഷെ ശക്തിയായി എഴുന്നേറ്റിട്ടതിനാൽ സുധിയേട്ടൻ പറകിൽ നിന്നും പുറകോട്ട് മറിഞ്ഞു വീണു. വീഴ്ചയിൽ തന്നെയും പിടിച്ച കാരണം വീപ്പക്കുറ്റി പോലെ താനും സുധിയേട്ടൻ്റെ മേലേക്ക് വീണു. കാല് തട്ടി നിറവറയും വിളക്കും മറിഞ്ഞു വീണു. കല്യാണ മണ്ഡപത്തിലെ വധൂവരന്മാരുടെ മലക്കം മറിച്ചിൽ കണ്ട പലരും പൊട്ടിച്ചിരിയും പരിഹാസവും കൊണ്ട് അവിടമാകെ നിറച്ചു. പലരും ഷൂട്ട് ചെയ്തു. ആകെ നാണക്കേടായി. എങ്ങനെയൊക്കെ ഉരുണ്ട് പരന്ന് എണീറ്റു ഞാൻ. സുധിയേട്ടൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെ. തേച്ചിട്ട് പോയ കാമുകൻ സതീഷന്റെ മുഖച്ചായും ഭാവം ഏറെക്കുറെ സുധിയേട്ടനിൽ ഉണ്ടായതുകൊണ്ടാണ് താൻ ഈ വിവാഹത്തിന് താല്പര്യം കാണിച്ചത്. സുഹൃത്തുക്കളോട് ചലഞ്ച് ചെയ്തിട്ടാണ് സുധിയേട്ടൻ കല്യാണ മണ്ഡപത്തിൽ 8ന്റെ പണി തനിക്ക് തന്ന്. ഇതിന് തിരിച്ചൊരു പണി കൊടുത്തേ പറ്റൂ. ഞാൻ തീരുമാനിച്ചു. രാത്രി അമ്മായിയമ്മ എന്ന പാലുമായി ഞാൻ ബെഡ്റൂമിൽ കയറി. പുള്ളി ബെഡിൽ കാല് നീട്ടി ഇരുന്ന് മൊബൈലിൽ എന്തോ കുത്തുന്നു. എന്നെ കണ്ടപ്പോൾ കുറച്ച് ഭവ്യതയോടെ ഇരുന്നിട്ട് കഥക് കുറ്റിയിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ കഥകടച്ച് കുറ്റിയിട്ടു. പാല് കയ്യിൽ കൊടുത്തു. കുറച്ച് കുടിച്ച് എൻ്റെ നേരെ നീട്ടി. ഞാൻ വാങ്ങി മേശപ്പുറത്ത് വെച്ച് കുടിക്കാനൊന്നും പോയില്ല. അല്ല പിന്നെ എച്ചിലെൻ്റെ പട്ടി കുടിക്കുക. ഞാൻ നേരത്തെ അമ്മ എന്നൊരു ഗ്ലാസ് കിച്ചണിൽ നിന്ന് അടിച്ചിട്ടാണ് വന്നത്. ആദ്യ രാത്രിയല്ലേ സുധിയേട്ടൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. തൻ്റെ 8ന്റെ പണി വർക്കൗട്ടായാൽ മതിയായിരുന്നു. തൊട്ടും തലമുടിയും കുറേ സംസാരിച്ച് നേരേറെ വൈകി. സുധിയേട്ടൻ സ്വപ്നങ്ങൾ പൂവിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എന്തോ തടഞ്ഞു. ഇതെന്താ അച്ചു? അശ്വതി ഉള്ളിൽ ചിരിച്ചു. അതേ സുധിയേട്ടാ, എനിക്ക് നേരത്തെ. അതേന്നേ. ഷോ, രാത്രിയിലായതാണോ? രാത്രിയിലായതാണോ? സുധിയേട്ടൻ വിഷമത്തോടെ ചോദിച്ചു. ഞാൻ മൂളി. കുറേ ദിവസം ഉണ്ടാവുമോ? കുറച്ച് ദിവസം കാണും. പിറ്റേന്ന് കല്യാണ വീഡിയോയുടെ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞു. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കല്യാണ സീഡി കിട്ടി. അത് വെച്ച് കണ്ടപ്പോഴും അശ്വതിയുടെ തൊലിയുരിയുന്ന പോലെ തോന്നി. അയൽപ്പക്കത്ത് അമ്മൂമ്മയുടെ പല്ലില്ലാത്ത മോണകാട്ടിയുള്ള ചിരിയും കുട്ടികളുടെ പൊട്ടിച്ചിരിയും ബഹളവും സുധിയേട്ടൻ റീവൈൻഡ് ചെയ്ത് പല പ്രാവശ്യം വെച്ച് ആ രംഗങ്ങൾ. ഉള്ളിൽ സുധിയേട്ടനെ തിരിച്ചു പണിയെടുക്കുന്നതിൻ്റെ ഊഷ്മള സുഖമുണ്ടായിരുന്നു. അതിൻ്റെ ലഹരിയിൽ തുടർന്ന് 7 ദിവസം ഇങ്ങനെ തന്നെ സുധിയെ അശ്വതി വെള്ളം കുടിപ്പിച്ചു. 8ാം ദിവസം ആയപ്പോഴേക്കും അശ്വതിയുടെ സുധിയോടുള്ള ദേഷ്യമൊക്കെ അലിഞ്ഞു പോയിരുന്നു. അന്നത്തെ രാത്രി സുധിയോടത്ത് കിടക്കാനൊരുങ്ങവേ ശരിക്കും പണിയായി. റിയലായി മെൻസ്ട്രേഷനായി. അശ്വതി പരിങ്ങി. ഇത്തവണ സുധിയുടെ സ്വപ്നങ്ങൾ പൂവിടാൻ തുടങ്ങിയപ്പോൾ എന്തോ തടഞ്ഞു. അവൻ നിസ്സഹായനായി. അല്ലച്ചു, 7 ദിവസം കഴിഞ്ഞില്ലേ? നീ ഇത് അഴിച്ചു മാറ്റാനുള്ള പരിപാടിയൊന്നുമില്ലേ? സുധിയേട്ടാ, ഒരു കാര്യം പറഞ്ഞാൽ സുധിയേട്ട എന്നോട് പിണങ്ങരുത്. എനിക്ക് 16 ദിവസം വേണം. അവളങ്ങ് കാച്ചി. പിന്നെ ഒരു 16 അടിയന്തര കോപ്പ്. അവന്റെ ദേഷ്യം കണ്ടവൾ ചിരിച്ചു. സുധിയേട്ടന് വിശ്വാസം വരുന്നില്ലേ? ഒന്ന് പോച്ചു. എത്ര ആരോഗ്യതയുള്ള ഓരോ പെണ്ണിനും 7 days ആണ് മെൻസ്ട്രേഷൻ പീരീഡ്. താനെന്തോ ഉഡായ്പ് കാണിക്കുക. സുധിയേട്ടൻ വെട്ടി തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. സുധിയേട്ടൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നോട് ചെയ്തതിന് പ്രതികാരമായി താൻ കഴിഞ്ഞ 7 രാത്രി ചുമ്മാ പാഡ് കെട്ടി ഏട്ടനെ പറ്റിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് ശരിക്കും ആയിരിക്കുകയാണ്. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്ന് സംഭവിച്ചതിൽ തനിക്ക് പിന്നീട് വളരെ കുറ്റബോധമുണ്ടെന്നും അതിൽ തന്നോട് ക്ഷമ ചോദിക്കുന്നുവെന്നും തിരിച്ച് സുധി അവളോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പരസ്പരം രണ്ടുപേരും ഒപ്പിച്ച കുസൃതികൾ അന്യോന്യം മറന്ന് അവർ വരും ദിനങ്ങളെ തള്ളി നീക്കാനായി ഒന്നിച്ചുറങ്ങി.